ഹലോ ഗൈസ്, പിന്നീട് അങ്ങോട്ട് ഒരു പ്ലാൻ ഇല്ലായിരുന്നെങ്കിലും മെയിൻ കാര്യം ഫുഡ് അടിയായിരുന്നു. ബിരിയാണി കുക്കറോട് കൂടി കൊണ്ടുപോകാം. നമ്മൾ എവിടെ പോണേ? ഞങ്ങൾ വരുന്ന പ്രമാണിച്ച് അനിലയുടെ രാജയുടെ സ്പെഷ്യൽ കുക്കിംഗ് ആയിരുന്നു ഇന്ന്. ബിരിയാണിയും മോരും ചോറും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. രാത്രി 10-12 മണി കഴിഞ്ഞിട്ടുള്ള മേളവും കുത്താണ് നിങ്ങൾ ഈ കാണുന്നത്. കുമ്പ നിറച്ച് ബിരിയാണി കുത്തിക്കയറ്റുമ്പോഴാണ് ധന്യ ഞങ്ങളോട് ആ രഹസ്യം പറയുന്നത്. ആർക്കും അറിയാത്ത ഒരു ആറ്റിക് ആ വീട്ടിലുണ്ടെന്ന്. ആറ്റിക് എന്ന് പറയുന്നത് നമ്മുടെ പ്രേതപ്പടങ്ങളിൽ കാണുന്ന നിലവറയില്ലേ, അതന്നെ. ഏതോ നമ്പൂതിരി സാഹിബിന്റെ ആറ്റിക് ആണ്. ഏതെങ്കിലും ഇംഗ്ലീഷ് നാഗവല്ലി ഇവിടെ ഉണ്ടാവും. 150 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഇവിടെ മൂപ്പ് ഭരിച്ചിരുന്ന പ്രതാപശാലിയായ ഒരു കാർന്നവരുണ്ടായിരുന്നു. ആ കാർന്നവര് തഞ്ചാവൂരിൽ നിന്നൊരു നൃത്തക്കാരിയെ മേഡമെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. കേറുന്നോലെ അത്ര സിമ്പിൾ അല്ലാട്ടോ ഇറങ്ങാനായിട്ട്. അത് ഇവരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നട്ടപ്പാതിരാക്കി ധന്യോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നിലവറെ അടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തണുക്കുന്നുണ്ടോ ഗൈസ്? തണുപ്പുണ്ട്. നിന്നോട് ആരും നിക്കർ ഉടുപ്പിട്ട് നടക്കാൻ പറഞ്ഞേ. മണ്ണില്ല അതെല്ലാം ഉണ്ടാവുന്നോ വീഡിയോ എടുക്കുമ്പോ പെട്ടെന്ന് ലൈറ്റ് ഓൺ ആയപ്പോ പേടിച്ച് പാതി ജീവൻ അങ്ങ് പോയി. പിന്നെ അത് വെച്ച് ഞാൻ ഇവളുമാരെയൊക്കെ പേടിപ്പിച്ചൊരു പരുവാക്കി. ഒളിമ്പിക്സിൽ PT ഉഷ ഓടാത്ത ഓട്ടോ ഓടിയിട്ട് പേടിച്ച് മുള്ളാമുട്ടുന്നു പറഞ്ഞവളുമാരതെ ഇവിടെ വന്നിരുന്ന് ഈ തള്ളി മറിക്കുന്നത്. ഇന്നത്തെ കോട്ട കഴിഞ്ഞ് ഇനി ബാക്കി നാളെ. എന്നാലും എവിടൊക്കെയോ എന്തോ തകരാറ് പോലെ.